വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതി ചേർത്തതോടെ IC ബാലകൃഷ്ണൻ MLA യും DCC പ്രസിഡന്റ് ND അപ്പച്ചനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒളിവിലെന്ന് സൂചന. ഇന്നലെ മുതൽ നേതാക്കളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. മുൻകൂർ ജാമ്യം തേടി നേതാക്കൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരും എന്ന് CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് 24നോട് പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് വളരെ കൃത്യമായി പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് IC ബാലകൃഷ്ണൻ MLA യും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സമ്മന്നതരായ നേതാക്കളെയെല്ലാം ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ പരാതിക്കാരായ ആളുകളെയെല്ലാം കണ്ട് പണം ഉൾപ്പെടെ നൽകി ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയും MLA രാജിവെക്കാതിരിക്കുകയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLA ആ തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാക്കണം. DCCയുടെ അധ്യക്ഷനായി ഇപ്പോഴും ND അപ്പച്ചൻ തുടരുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ DCC ട്രഷററാണ് മരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുറിപ്പിലാണ് ഇവരെക്കുറിച്ചുമുള്ള പരാമർശമുള്ളത്. അതിശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. വസ്തുതകളെല്ലാം വളരെ കൃത്യമായി പുറത്തു വന്ന സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികളാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. സുർജിത്ത് അയ്യപ്പ സുർജിത്ത് KK ഗോപിനാഥൻ നമ്മളോട് പട്ടികയിലൊന്നും വരില്ല എന്ന കോൺഫറൻസ് പ്രകടിപ്പിച്ചുവെങ്കിൽ അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് പോകുന്നുണ്ട്. IC ബാലകൃഷ്ണൻ ND അപ്പച്ചനും അതേ നിയമവഴിയിൽ തന്നെ നീങ്ങാനാണോ ആലോചിക്കുന്നത്? CPMന്റെ രാഷ്ട്രീയ തുടർ പരിപാടി എങ്ങനെയാണ് സുർജിത്ത്? DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ട് അസാധാരണമായ പ്രതിസന്ധിയിലൂടെ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ജില്ലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രിമിനൽ കേസിൽ ഇതോടുകൂടി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് പ്രതികളായ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്നുണ്ട്. ഈ കേസിൽ പ്രതിയായിട്ടുള്ള IC ബാലകൃഷ്ണൻ MLA, അതോടൊപ്പം തന്നെ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർ നിലവിൽ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള തരത്തിലുള്ള സംശയമാണ് ഉയരുന്നത്. കാരണം ഇന്നലെ ഉച്ച മുതൽ ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ND അപ്പച്ചൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയതുമാണ്. ഇതുമായി ബന്ധമില്ല, ഈ സംഭവവുമായി ബന്ധമില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. എന്തായാലും ഈ മൂന്ന് നേതാക്കളും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതായുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. KK ഗോപിനാഥൻ ഹൈക്കോടതിയിലും മറ്റ് രണ്ടുപേർ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും കൽപ്പറ്റ സെഷൻസ് കോടതിയിലും ജാമ്യാപേക്ഷയ്ക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം CPIM ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ പാതയിലേക്ക് തിരിയാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. 13-ാം തീയതി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പ്രതിഷേധ യോഗം നടക്കുന്നുണ്ട്. അത് ബത്തേരിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും വഴിതടയൽ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി DYFIയും രംഗത്തുണ്ട്. എന്തായാലും IC ബാലകൃഷ്ണന്റെ രാജിയാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. ഒപ്പം തന്നെ ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് വിജിലൻസ് സംഘം കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ പോലീസിനും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് സംഘവും ഉള്ളത്. കാരണം 3 പരാതികളിലാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ പരാതികൾ എത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോലീസ് സംഘവും അതോടൊപ്പം തന്നെ വിജിലൻസും പോയിക്കൊണ്ടിരിക്കുന്നത്. 2 DYSPമാരാണ് കേസുകൾ അന്വേഷിക്കുന്നത്. വിജിലൻസ് DYSP ഷാജി വർഗീസാണ് കേസ് അന്വേഷിക്കുന്നത്. അബ്ദുൾ ഷെരീഫ് ആണ് പോലീസിന്റെ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് നിയമനക്കോഴയിലേക്ക് എത്തുകയും ആ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കത്ത് പുറത്തു വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇവരെല്ലാം തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. IC ബാലകൃഷ്ണൻ്റെയും ND അപ്പച്ചൻ്റെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവർ ഒളിവിൽ പോയി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്ന നിഗമനം. മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള നിയമവഴിയിലേക്ക് അവർ കൂടി പോകുമോ എന്ന് നമുക്ക് ഒരുപക്ഷെ ഇന്ന് തന്നെ അറിയാനും കഴിയും.